ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് തെറിവിളികൾ എന്ത് കാര്യങ്ങളായാലും താഴെ വന്ന് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവാണെങ്കിലും പറയാം, തെറിയായാലും പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നെഗറ്റീവൊക്കെ കിട്ടുകയാണെങ്കിൽ എന്നെ പറ്റിയിട്ട് നിങ്ങൾ എവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് ഞാൻ വളരുക. അപ്പോൾ നമ്മുടെ കുറവുകളും എല്ലാ കാര്യങ്ങളും പറഞ്ഞാലാണ് നമുക്ക് എങ്ങനെ അപ്പോൾ കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ നമ്മളെ പറ്റി ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരാണ് വളരുന്നത്? ഞാൻ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയാലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ തെറിവിളികൾ അങ്ങനെ പറഞ്ഞിട്ട് കണ്ണിക്കണ്ട ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എടുക്കുന്ന സംസാരിക്കുന്നവർ അങ്ങനെയുള്ള തിരിച്ച് റെസ്പെക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെയായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആർക്കാണ് പറഞ്ഞതെന്നൊക്കെ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രൊജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയി ഫുള്ള് കരോളും കണ്ണിക്കണ്ടതും പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര സൗണ്ടൊക്കെ വയ്ക്കും. എന്തൊക്കെ ടൈപ്പ് കുശുമ്പുകളാണ് നമ്മൾ കാണേണ്ടത് ആലോചിക്കണം. ആൾക്കാർക്കൊക്കെ ഓരോ രീതിയിൽ ഭയങ്കര കുശുമ്പുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ആദ്യം തന്നെ പറയാം. ഈ നോട്ട് പേൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ പ്രൈസ് പ്രെഡിക്ഷൻ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിലുകളൊന്നും നമുക്കറിയില്ല. പക്ഷേ കിട്ടുന്ന ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു കാര്യങ്ങൾ ഇല്ല ഇന്ന ഒരു പ്രൈസിലാണ് ഇത് ലിസ്റ്റ് ആവുക എന്നുള്ളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു നോട്ട് പേ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യം അറിയണം. അപ്പോൾ ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലുള്ള നെറ്റൊക്കെ കൊടുത്ത് AI ജനറേറ്റ് അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ് പ്ലാറ്റ്ഫോം ദാറ്റ് അലോസ് യൂസർ ടു മോണിറ്റൈസ് അൺയൂസ്ഡ് ഇൻ്റർനെറ്റ് ബാൻഡ് വിത്ത് ടു കോൺട്രിബ്യൂട്ട് AI ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം സ്കീം എടുത്തിട്ട് ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെയാണ് ഇതിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നതും ഇതിൽ കൂടുതൽ അവർക്ക് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഇപ്പോൾ എല്ലാം ഇനിയിപ്പോൾ AI ആണല്ലോ. അപ്പോൾ AI ടൈപ്പ് ഒരു പ്രൊജക്റ്റൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. നമ്മുടെ ഗ്രാസ് ഒക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വാല്യൂ ഒക്കെ കൂടിയില്ലേ, ആ ഒരു കണക്ക് തന്നെയാണ് നോട്ട് പേ. അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ നോട്ട് പേനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ട് പേ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ടെലിഗ്രാം ചെയ്യുന്നതിനേക്കാളും നോട്ട് പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി കുറേ പേര് 150 പേരൊക്കെ എൻ്റെ റെഫറിൽ വരി കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേര് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റിന് പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യുമ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒന്നുമില്ല. നമ്മുടെ ടോമിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയതെന്ന് പറഞ്ഞാൽ ഒരു 400 മില്യൺ സംതിങ് വർത്തുള്ള ഒരു ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി വെറും 10 ബില്യൺ ഇല്ലെങ്കിൽ ഒരു 10 മില്യൺ ആണ് നമുക്ക് എന്ത് മാർക്കറ്റ് ക്യാപ്പിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ടോക്കൺ ലിസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അത്രത്തോളം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് തെറ്റുവശം. പക്ഷേ ഇതൊരു സ്കാം ആവാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 99.99% ഞാൻ പറഞ്ഞത് ശരിയായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബാക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരാണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് ഇത്രത്തോളം ഉണ്ടാവാം. അതും നമുക്ക് കഴിഞ്ഞ പ്രൊജക്റ്റുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു മാർക്കറ്റ് ക്യാപ്പിലായിരിക്കും ഈ ഒരു നോട്ട് പേക്ക് അവർ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം അവരുണ്ടാവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ നോട്ട് പേ ഹാസ് അട്രാക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടോപ്പ് ടയർ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നല്ലതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് എത്രയോ പെട്ടെന്ന് മില്യൺ കണക്കിന് യൂസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ കീ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ആൾക്കാർ ആരെന്ന് പറഞ്ഞാൽ അനീമോക്ക ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അതേപോലെ തന്നെ എലവേറ്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്, ജം ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്, മിറാന വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്, NGC വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്. അപ്പോൾ ഇത്രത്തോളം കമ്പനികൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എക്സ്ചേഞ്ചേഴ്സിൽ വരുമ്പോൾ അപ്പോഴും നമുക്കൊരു ബാക്കപ്പ് കിട്ടും. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിന് പോപ്പുലാരിറ്റി കൂടെ അതിലെന്ത് കിട്ടും, അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിൽ കൊടുക്കണം, ആൾക്കാർ ഫ്യൂച്ചറിലും കളിക്കണം എന്നുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മാർക്കറ്റ് ക്യാപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മാക്സിമം കഴിഞ്ഞ പ്രൊജക്റ്റിലൊക്കെ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ആൾറെഡി ഇതിൻ്റെ ടോക്കണോമിക്സ് വന്നിട്ടുണ്ട്. എത്രത്തോളം കോയിൻസ് ആണ് സപ്ലൈ എന്നുള്ളൊരു കാര്യമാണ് വന്നിട്ടുള്ളത്. അതിൽ എത്രത്തോളം പേഴ്സൻറ്റേജ് ആണ് നമ്മുടെ യൂസേഴ്സിനുള്ളത്, എത്രത്തോളം പേഴ്സൻറ്റേജ് ആണ് അവരുടെ ഇൻവെസ്റ്റേഴ്സിനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ കിട്ടിയ ഇത് വെച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആൾറെഡി പല പ്രൊജക്റ്റ് കണ്ട് അടിവാങ്ങി ചിലതൊക്കെ നമുക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. നിങ്ങളെപ്പോലെ അതേ എക്സ്പീരിയൻസ് തന്നെ ആണല്ലോ എനിക്കും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് 60% ഓഫ് ടോട്ടൽ സപ്ലൈ എന്ന്
ഒരു 1 ബില്യൺ ടോക്കൻ്റെ നിന്ന് നമ്മൾ 60% ഓഫ് സപ്ലൈ ആയിരിക്കും നമ്മുടെ യൂസേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. എങ്കിൽ അതിൽ സീസൺ 0 നമ്മൾ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ എന്താണ് അപ്പോൾ വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ 4 മാസം മുമ്പ് വന്നാലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സീസൺ 1 പറഞ്ഞത്. അതിനു മുമ്പ് ഞാനും ചെയ്തിട്ടില്ല. ഞാനും എന്താണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്ന കാരണം നിങ്ങൾക്കും അതേ ടൈമിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത അവിടെ സീസൺ 2 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ആൾറെഡി നമുക്കവിടെ നമ്മുടെ ടോക്കൺ എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു എയർ ഡ്രോപ്പ് ചെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പ്രൈസ് പ്രിഡിക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആൾറെഡി ഒരു 3 കാര്യങ്ങൾ എടുക്കണം. ഒന്ന് ലോവസ്റ്റ് പ്രൈസ് എടുക്കണം, ഇല്ലെങ്കിൽ മിഡിൽ പ്രൈസ് എടുക്കണം, അതേപോലെ തന്നെ ഹയസ്റ്റ് പ്രൈസ് എടുക്കണം. അപ്പോൾ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ആൾറെഡി പോസിബിലിറ്റീസ് ഉള്ള പ്രൈസ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആൾറെഡി അടിവാങ്ങിയ പ്രൈസുകളാണ്. അപ്പോൾ പ്രൈസ് പ്രിഡിക്ഷനിൽ എടുക്കുമ്പോൾ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണ് നമുക്ക് ഇതിൽ തരുന്നതെങ്കിൽ ഒരു 1 ബില്യൺ സപ്ലൈയിൽ 60% യൂസേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് $0.017 ആയിരിക്കും. അപ്പോൾ എന്തായാലും 10 മില്യൺ ആയിരിക്കില്ല, നല്ലൊരു പ്രൊജക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്കൊരു 50 മില്യൺ എങ്കിലും ഇവർ കൊടുത്തു എന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ 0.083 എന്നുള്ളൊരു വാല്യൂ വരും. അതേപോലെ തന്നെ 100 മില്യൺ ആണ് ആൾറെഡി കുറേ എന്നുള്ള ഹൈപ്പർനെറ്റും അങ്ങനെയുള്ള കുറേ പ്രൊജക്റ്റുകളൊക്കെ ഇതിൽ ആൾറെഡി കൊടുത്തിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 100 മില്യൺ ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലൊരു 100 മില്യൺ അവർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വാല്യൂ തന്നെ ഇതിൽ കിട്ടും. ഈ ഒരു വാല്യൂ നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതെന്തായാലും നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നമ്മുടെ ഇൻവെസ്റ്റ് വെച്ച അസംഷൻ ആണ്. അപ്പോൾ 0.167 എന്നുള്ളൊരു വാല്യൂയിലായിരിക്കും ഇതെന്താവാൻ പോകുന്നത്, ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഞാനതിൽ കുറച്ച് എന്താണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇത്രത്തോളം ടോക്കൺസും മാർക്കറ്റ് ക്യാപ്പും കിട്ടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടോട്ടൽ സപ്ലൈയിൽ എല്ലാ ടോക്കണും ഇപ്പോൾ സപ്ലൈ ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചു വന്നാൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. സീസൺ 0യും സീസൺ 1ലും ടോക്കൺ സപ്ലൈ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ കമ്പാരിസൺ വെച്ച 2 പ്രോജക്റ്റുകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഹീലിയം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ ഡീപ്പർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു മാർക്കറ്റ് ക്യാപ്പാണ് ഈ ഒരു 50 to 100. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ 100 ആണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വാല്യൂയിൽ വന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നോട്ട് പേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ കീ പോയിന്റ്സ് പോലെ ആക്കിയിട്ട് ഈ ഒരു ഫയലിലാക്കിയിട്ടുണ്ട്. ഈ ഫയൽ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്ട്രോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ടോക്ക് എക്കണോമിക്സ് ആയാലും ഫെയർ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട്. 60% ആയിരിക്കും കൂടുതൽ. ആൾറെഡി അത്രത്തോളം യൂസേഴ്സ് ഉണ്ട്. ആൾറെഡി ടോക്കൺസ് പാതിയൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പൊക്കെ ഒരു 100 മില്യൺ വന്നു പറഞ്ഞാൽ 0.167 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ വരാം. അപ്പോൾ കമ്പാരിറ്റബിൾ പ്രൊജക്റ്റും ഞാൻ സിമിലർ ആയിട്ടുള്ള ഈ ഒരു AI നെറ്റ്വർക്കിലേക്ക് നമ്മൾ നെറ്റ്വർക്ക് കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട് 0.167 എന്നുള്ളൊരു ഡോളറിലായിരിക്കും നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നമുക്ക് എന്താവാൻ പോകുന്നത്, ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടെലിഗ്രാം പേജിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബിറ്റ്ഗെറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നോട്ട് പേ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു സൊലാന ചെയിനിൽ ഇത്രത്തോളം ഒരു ഈ ഒരു ഫീലാണ് ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫീലാണ് ഇത് ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കുറേ ഒരു ട്വിറ്ററിൽ നിന്നൊക്കെയാണ് കിട്ടിയത്. ഇതിപ്പോൾ 100% ജെന്യൂൻ ആണോ, അതേപോലെ തന്നെ നമുക്കിതിലൊരു സൊലാനൻ്റെ ഇല്ലെങ്കിൽ ഒരു ബിറ്റ്ഗെറ്റിൻ്റെ വാല്യൂ ഒക്കെ എടുക്കുമ്പോൾ അത് ഒരിക്കലും ജെന്യൂൻ ആണോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ബിറ്റ്ഗെറ്റ് വല്ലാത്തൊരു പറ്റിപ്പായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് വരെ ഈ ടോമിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു പ്രൊജക്റ്റ് ബിറ്റ്ഗെറ്റ് എടുത്തിട്ട് നമുക്ക് കിട്ടിയത് വളരെ തുച്ഛമായ ഇട്ട പൈസയും പോലും കിട്ടാതെ അത്രത്തോളം ഭയങ്കര ബാഡ് ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് ബിറ്റ്ഗെറ്റ് തന്നിട്ടുള്ളൂ. അപ്പോൾ ബിറ്റ്ഗെറ്റൊക്കെ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് എടുക്കുമ്പോൾ അതും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നാൻ തുടങ്ങി എനിക്ക് ഈയിടെയായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഈ NC എന്നാണ് ഈ നോട്ട് പേൻ്റെ ടോക്കണിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15 NC എന്ന് പറഞ്ഞാൽ $1 $1.49 അപ്പോൾ ഒരു NC എന്ന് പറയുന്നത് 0.09 ആണ്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് എടുക്കുന്നത് $0.1 തന്നെയാണ് നമ്മുടെ NCക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അടുത്ത് നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ ഈ ഒരു നോട്ട് പേയിൽ ഞാൻ എത്രത്തോളം ടോക്കൺസ് ആണ് എലിജിബിൾ ആയത്, നിങ്ങൾ എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങൾ എലിജിബിൾ ആയത്, അതെല്ലാവരും താഴെ വന്നിട്ട് കമൻറ്റിൽ പറയണം. അപ്പോൾ ഞാൻ നോട്ട് പേ എടുക്കുന്നുണ്ട്. ഇത് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടി എന്നുള്ള കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോട്ട് പേ ഞാനിവിടെ കിവി ബ്രൗസറിലാണ് എടുക്കുന്നത്. നിങ്ങൾ മോസ്റ്റ്ലി ആൾക്കാരും ഫോൺ യൂസ് ചെയ്യുന്ന കാരണമാണ് ഞാനിപ്പോൾ അവിടെ കിവി ബ്രൗസർ വെച്ച് കാണിച്ചു തരുന്നത്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക, എന്താ പറഞ്ഞാൽ കരോളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് പേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് പേ എടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും റൈറ്റ്സ് ടോപ്പ് സൈഡിൽ അവിടെ ചെക്ക് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇത് December 5 മുമ്പ് തന്നെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആക്ടിവേറ്റ് എന്നുള്ളൊരു ചെയ്യണം. അതേപോലെ തന്നെ
വുമൺ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജ് എടുത്താലും ആണ് നിങ്ങൾ എലിജിബിൾ ആവാൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ചെക്ക് എയർ ഡ്രോപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എലിജിബിൾ ആയിട്ടുള്ള ടോക്കൺസ് എന്ന് പറയുന്നത് 435 ടോക്കൺസ് ആണ് ഞാൻ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ടോക്കൺസ് ആണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈസ് ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രോഫിറ്റ് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത് എനിക്ക് പറയാൻ പറ്റും. ആൾറെഡി കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് വന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ എനിക്കിവിടെ 435 ടോക്കൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. കാൽക്കുലേറ്റർ എടുത്തിട്ട് 435 ടോക്കൺസ് ഇൻറ്റു എൻ്റെ പ്രെഡിക്റ്റഡ് വാല്യൂ ആണ് എടുക്കുന്നത്. അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇൻറ്റു 0.16 എന്നുള്ളൊരു വാല്യൂ എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് $69. ഇത് എന്തായാലും ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ലിസ്റ്റ് ആവാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്താവും, ഇതിന് വാല്യൂ കൂടും. നല്ല വാല്യൂ കൂടട്ടെ, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാർക്കും ഒരു 100 സംതിങ് അങ്ങനെ ആയിട്ടുള്ള ഒരു ടോക്കൺസ് ഒക്കെയാണ് നിങ്ങളുടെ ഉള്ളത്. അപ്പോൾ 100 ടോക്കൺസ് ഉള്ള ആൾക്കാർക്ക് തന്നെ $16 നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂയിൽ കിട്ടും. ഈ വാല്യൂ എന്തായാലും കൂടാനേ ചാൻസ് ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ വാല്യൂ കൂടട്ടെ, നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ പോയിട്ട് നോട്ട് പേ ഓപ്പൺ ചെയ്യുക, ചെക്ക് എയർ ഡ്രോപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കയറുക. അപ്പോൾ കയറാത്തവർ, ഇനി ഈ പ്രൊജക്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇട്ട് തരാം. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞാണ്, റിക്വസ്റ്റ് ചെയ്താണ്, മസ്റ്റായിട്ട് കയറിക്കോ. ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റ് ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് എയർ ഡ്രോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള വഴിയുള്ളൂ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായ, ഞാൻ കുറേ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഒഴിവാക്കി. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് നമുക്കൊരു നെഗറ്റീവ് കിട്ടിഞ്ഞ് ഇത് ലിസ്റ്റ് ആവുമോ എന്നുള്ളൊരു ഭയങ്കര മീംസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലമ്മാണ്. ബ്ലമ്മിൽ ഒരു വല്ലാത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റും കാണിച്ചു തരാം. അപ്പോൾ അനൗൺസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു എൻഡ് ടാപ്പ് ടു ഏൺ സീസൺ. അപ്പോൾ നമുക്ക് എന്താണ് ടാപ്പ് ചെയ്തിട്ടുള്ള ഇത് ചെയ്യാനുള്ളത്, സീസൺ എൻഡ് ആവാൻ പോവാണ്. ട്രേഡ് ടു ഏൺ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ഒരു റോഡ് മാപ്പിലല്ലേ നമ്മുടെ ഒരു ബ്ലമ്മിൻ്റെയൊക്കെ നോൺ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇട്ട് തരാം. ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, പ്രപ്റ്റൽ ട്രേഡിംഗ് ആണ് അടുത്ത അതിൽ വരാൻ പോകുന്നത്. അല്ലാതെ നമുക്ക് ലിസ്റ്റിംഗ് അല്ല, ഷാപ്പിംഗ് അല്ല, എല്ലാം അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളാണ് വരുന്നുള്ളൂ. നമുക്കത് ഒരിക്കലും ലിസ്റ്റിംഗ് ഈ വർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ വർഷം ഇനി വെറും 7 ദിവസമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ജാനുവരിയിലാണ്. ജാനുവരിയിൽ തന്നെ നമുക്ക് ആവുമെന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവില്ല. Q1 of 2025 ഒന്ന് മാർച്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് കൂടുതലും ലിസ്റ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ഇല്ലെങ്കിൽ എത്രത്തോളം പോയിന്റ്സ് ഉണ്ടെങ്കിലും ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതാണ് ആ കാര്യമാണ് ഞാൻ എന്ത് ചെയ്തത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടാപ്പ് ടു ഏൺ കഴിയാൻ പോകുന്നുണ്ട്. അപ്പോൾ ടാപ്പ് ടു ഏൺ എന്താണ്, നമ്മുടെ ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാപ്പ് ടു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നടക്കുന്നത്. വേറെ സ്റ്റാർട്ട് ഫാമിംഗ് നമുക്കത് പോവോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതിനെപ്പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ നേരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗെയിം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗെയിം ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും കളിക്കാത്ത അല്ലെങ്കിൽ മടിച്ചിട്ടാണ്, ഇത് എങ്ങനെ കളിച്ച് തീർക്കാനാണ് എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ ടിക്കറ്റ് ബാലൻസ് ഉണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ട് ഇന്ന് രാത്രിയോടെ തന്നെ എന്ത് ചെയ്യുക, ആ ടിക്കറ്റ് ഫുള്ള് കളിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് കിട്ടാനുള്ളൊരു വഴി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ തലയൊക്കെ വെച്ചിട്ട് എനിക്കിവിടെ 505 ടിക്കറ്റ്സ് ആണ് ബാലൻസ് ഉള്ളത്. അതേപോലെ തന്നെ എനിക്ക് 2,80,000 സംതിങ് പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ ആൾറെഡി ഉള്ള എല്ലാ ആൾക്കാർക്കും ഓരോ ലക്ഷം മേലെയായി. അപ്പോൾ പോയിന്റ്സ് ഒരുപാടായി. അപ്പോൾ പോയിന്റ്സ് ഒരുപാടാവുക എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വലിയൊരു കാര്യമല്ല, വേറെ കുറേ ആൾക്കാർക്കും ആയി. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പ്രോഫിറ്റ് ആണ് കിട്ടുള്ളൂ. അപ്പോൾ അതേ കണക്ക് തന്നെ നമ്മൾ ഇതിലൊരു പ്ലേ ഗെയിം എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വീണ്ടും അവർ പോയിന്റ്സ് ഒരുപാട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി കളിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പോയിന്റ്സ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ ക്രിസ്മസ് സീസൺ ആയത് കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോയിന്റ്സ് നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ തൊടെ എവിടെയൊക്കെ തൊട്ടാലും നിങ്ങൾക്ക് പോയിന്റ്സ് കയറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഒരു 30 സെക്കൻഡിൽ പോകുമ്പോൾ ഒന്നും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. 30 സെക്കൻഡിൽ നിങ്ങൾക്ക് 1000 പോയിന്റ്സ് എപ്പോൾ ആണ് നമുക്ക് ഇപ്പം നമ്മുടെ ഇതിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് യൂട്ടിലൈസ് ചെയ്യാനാണല്ലോ നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഒരുപാട് പോയിന്റ്സ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പോയിന്റ്സ് കയറും. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് കയറുമ്പോൾ ഈ പോയിന്റ്സിനൊക്കെ വാല്യൂ ഉണ്ടാവുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താണ് നല്ല പോയിന്റ്സ് ആവും. അപ്പോൾ അതിൽ ഇൻഫ്ലുവൻസ്
ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരില്ല, ആരുമില്ല. ഈ ടിക്കറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യേ നമുക്ക് ഒരു 1000 എബോവ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഉണ്ടാവുമോ, ഇതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ഇതിൽ മൾട്ടിഫയർ വരുമോ എന്ന് വലിയ ഡൗട്ടാണ്. എന്തായാലും നമുക്ക് കിട്ടിയത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കളിച്ച് തീർക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കളിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ തന്നെ 965 പോയിന്റ്സ് ആണ് കിട്ടിയത്. ഞാൻ എൻ്റെ ഉള്ള 500 ടിക്കറ്റ് 1000 വെച്ച് കണക്കാക്കിയാൽ പറഞ്ഞാൽ തന്നെ 50,000 പോയിന്റ്സ് എനിക്ക് അവിടെ കയറി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിന് എല്ലാവർക്കും ഒരുപാട് വാല്യൂ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബ്ലമ്മിൽ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം പറഞ്ഞാൽ അവർ വിജയിച്ചു കഴിഞ്ഞു. ഈ മീം ബാഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അടുത്ത ട്രേഡിംഗ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ട്രേഡിംഗ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ട് അതിലാണ് പോയിന്റ്സ് കിട്ടുള്ളൂ എന്ന് അടുത്തെന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു പണിയാണ് തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കിട്ടുന്ന ചാൻസ് നിങ്ങൾ ഒഴിവാക്കണ്ട. നിങ്ങൾ എല്ലാവരും ഈ ടിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് പോയിന്റ്സ് വേണം ഉണ്ടാക്കുക. ഇവിടെ ക്രിസ്മസ് പാപ്പൻ്റെ മുഖമൊക്കെ ഉള്ള കാരണം 25-ാം തീയതി ആകുമ്പോഴേക്കും ഇത് ചിലപ്പോൾ കഴിയുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് നിറയെ പോയിന്റ്സ് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ ഈ ഒരു ലൂട്ട്സിൻ്റെ കാര്യമാണ്. നിങ്ങൾ കയറാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല, എൻ്റെ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കയറണം. എനിക്ക് ദിവസം പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറേ ലൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഈ ലൂട്ട്സിൽ കുറേ പേർക്ക് ഡൗട്ടാണ്, ബാങ്ക് ഫ്രീസ് ആവും, അതാവും ഇതാവും. ഒരിക്കലും ബാങ്ക് ഫ്രീസ് ആവില്ല. ബാങ്കൊക്കെ ഫ്രീസ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷം കണക്കിന് അത്രത്തോളം ട്രാൻസാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന വലിയ ബിസിനസ്മാനും വലിയ പണക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലൂട്ട് ക്യാമ്പയിനും ഏഞ്ചൽ വണ്ണും ഇതൊന്നും ഇലീഗൽ അല്ല, ഇതൊക്കെ എന്താണ് ലീഗൽ തന്നെയാണ്. ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അതിനൊരു ഫീസും കൊടുക്കണ്ട, നിങ്ങളൊന്നും കൊടുക്കണ്ട എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ തന്നെ ചിന്തിക്കുക. അപ്പോൾ കുറേ പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് പേയ്മെൻറ്റ് കിട്ടിയത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാ റെഫറിൽ നിന്ന് വേണ്ടി നമ്മൾ ബജാജിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അവൻ്റെ വെബ്സൈറ്റിലൊന്ന് ലോഗിൻ ചെയ്താൽ 125 രൂപ കിട്ടില്ലേ, അതൊന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പ്രൂഫ് കാണിച്ചു തരാം, എന്താ ചെയ്യേണ്ടി എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്രീ 125 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ UPI കൊടുക്കണം. നിങ്ങളുടെ UPI നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നമ്മുടെ ഫോൺ പേ ഇല്ലെങ്കിൽ Paytm, ഏത് UPI വേണമെങ്കിലും കൊടുത്തിട്ട് ഇവിടെ നിന്ന് സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ബജാജിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കാം. നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രം ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 125 രൂപ കയറും. അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിൻ്റെ എടുത്താലും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഇവിടെ UPI കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൽ KYC കംപ്ലീറ്റ് ചെയ്താൽ ഇതൊക്കെ ആപ്പ് ജെന്യുവൻ ആയിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഏഞ്ചൽ വണ്ണിൽ ഡിമാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ ചെയ്തിട്ട് അത് KYC കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപ അവിടെ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കയറും. ആ 1 രൂപ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 171 രൂപ മസ്റ്റായിട്ട് കയറും. അപ്പോൾ ഞാൻ ഇന്നത്തെ പേയ്മെൻറ്റും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനലിലൊക്കെ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിലും പറയുന്നത്, നല്ല രീതിയിൽ തന്നെ പൈസ കിട്ടിക്കോട്ടെ എന്ന് വേണ്ട. അപ്പോൾ ഞാനിവിടെ ഇന്ന് 125 രൂപൻ്റെ ഇൻസ്റ്റൻറ്റ് ഈ ഒരു കാശ് ഇന്ന് അടിക്കടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്കും അതേപോലെ തന്നെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ 125 രൂപ 125 രൂപ 100 രൂപ 125 രൂപ 125 രൂപ അതേപോലെ തന്നെ 500 രൂപ എനിക്കൊന്ന് കയറിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിൻ്റെ ആണ്. 1000 രൂപയാണ് നിങ്ങൾക്ക് കയറുക, നിങ്ങളുടെ പാതി ആയിരിക്കും എനിക്ക് കയറുക, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ 500 രൂപ കയറിയിട്ടുണ്ട്. ആരോ ഒരാൾ എന്തായാലും ആ സ്വിഗ്ഗിയിൽ ആ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് 500 രൂപ കയറി, അവൻ ഇന്ന് 1000 രൂപ കയറിയിട്ടുണ്ടാവും. അതിന് ഒരു ചാർജും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ കയറുമെന്ന് പറഞ്ഞാൽ എപ്പോൾ പേയ്മെൻറ്റ് കയറുന്നുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുന്നുണ്ടോ, അത് ടൈം എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കയറുക. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ കണ്ടല്ലോ, നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കയറിയ വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനും വളരും, നിങ്ങളും വളരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പൈസ നീ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറുക. നമ്മൾ വീക്ക്ലി നമ്മൾ ശനി ഞായറൊക്കെ ആകുമ്പോൾ കുറേ ഗിവ് അവേകൾ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ വീഡിയോയും കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഗിവ് അവേ കിട്ടാനുള്ള വീഡിയോ ആണ്. മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഈ നോട്ട് പേൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ വന്ന് പറയുക. അതുപോലെ തന്നെ ബ്ലമ്മിൽ എല്ലാ ടിക്കറ്റ്സും കളിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചെക്ക് ഇൻ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ആ ഒരു ചെക്ക് ഇൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് ഓരോ ദിവസവും ഓപ്പൺ ചെയ്തിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. മേ ബി അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാറാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാക്സിമം പോയിന്റ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നോട്ട്
ക്യാമ്പയിൻ്റെ ടോക്കൺ പറയാനും നിങ്ങൾ താഴെ ഒന്ന് മറക്കരുത്. താഴെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം.